വീട്ടുപേരോ അങ്ങനെയുള്ള പേരുകളൊക്കെ ചേർത്ത് അതിനകത്തൊരു ചെറിയ തമാശകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അത് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലി വരുമ്പോൾ ചിലപ്പം അതിന് കുറച്ച് ഓരോ സദസ്സിന് അനുസരിച്ച് ചിലപ്പോൾ കൈവിട്ടു വേഷം ഒക്കെ പാടെ നോക്കും. അതെ അതെ, അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഇവരുടെ വേഷം തന്നെയാണ്. ആ വേഷം തന്നെയാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. ആ വേഷം ഇട്ടുകൊണ്ട് ഈ നിലയ്ക്ക് പാടി ഒരു സമുദായത്തെ അല്ലെങ്കിൽ ആ വേഷം ഇടുന്ന അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുന്ന ഒരുപാട് പേരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്, കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനെ കുറിച്ച് പറയാം. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരിൽ മതപണ്ഡിതന്മാരുണ്ട്. അതിൽ കാരണമുണ്ട്, വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, അല്ല വെറുതെ അല്ല, അവർക്കത് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മതപണ്ഡിതന്മാരെ കുറിച്ച് പറയണമെങ്കിൽ അവര് പണ്ഡിതോചിതമായിട്ടുള്ള ശൈലിയിൽ നല്ല രീതിയിൽ തന്നെ അവര് നമുക്ക് വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, സമതിന് പലതും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കാരണം സമതിന് ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ ചിലർ നിങ്ങളെ വളരെ വലിയ രീതിയിൽ ആക്രമിച്ചു. ആ ആക്രമിച്ചതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് അല്ലേ? അതായത് വിവാഹ സമയത്ത് റുഷ്ദ മണവാട്ടിയായി ഒരുങ്ങി വരുന്നു, മണ്ഡപത്തിലേക്ക് വരുന്നു, ബാക്കിയുള്ള എല്ലാവരും ഇരിക്കുന്നു, ആഘോഷിക്കുന്നു, കാണിക്കുന്നു, അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിന് മാറ്റി. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ മുൻപ് പറഞ്ഞ മലബാറിലെ ഒരു കാലഘട്ടത്തിലെ പാരമ്പര്യം നിറഞ്ഞൊരു വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും പെൺകുട്ടിക്ക് ഈ ആണുങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരാൻ പോലും കഴിയില്ല. അങ്ങനെ മറ്റൊരു സ്ഥലത്താണ് പെൺകുട്ടിയും സ്ത്രീകളും അടങ്ങുന്ന സംഘം മറ്റൊരു സ്ഥലത്താണ്. അവർക്കും ഈ പുരുഷന്മാരിരിക്കുന്ന സ്ഥലവുമായിട്ട് വലിയ മറയുണ്ട് അല്ലേ? ആ മറയ്ക്ക് അപ്പുറവും ഇപ്പുറവുമാണ് നടക്കുന്നതിൻ്റെ, തമ്മിൽ കാണാൻ പോലും കഴിയില്ല. അല്ലാതെ തന്നെ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലും ഒരു ഫോട്ടോ പോലും ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് നടന്നിട്ടുള്ളൊരു വിവാഹമാണ്. എന്നാൽ സമതിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പലരും തെറ്റിദ്ധരിച്ചും സമതിൻ്റെതായിട്ടുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ വൈഫിൻ്റെ റുഷ്ദയുടെ ചിത്രങ്ങളൊന്നും ആർക്കും കിട്ടില്ല. കാരണം ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത വിധം വളരെ മാന്യമായി നടന്നിട്ടുള്ളൊരു വിവാഹമാണ്. ആ വിവാഹത്തെക്കുറിച്ചാണ് ചില വ്യക്തികൾ ഇവരെ ആക്രമിച്ചത്. പെൺകുട്ടിയെ അണിഞ്ഞൊരുങ്ങി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മുന്നിലേക്ക് നിർത്തി എന്നൊക്കെ പറയുന്ന വിധത്തിൽ. അതൊക്കെ സമതിനെ സംബന്ധിച്ച്, ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. ആ പെൺകുട്ടിയെ സംബന്ധിച്ച്, ആ കുടുംബത്തെ സംബന്ധിച്ച്. അപ്പം നമ്മൾ ബാക്കി പറയാം. അതെ, ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവളവളെ ഉമ്മാനെ സ്വന്തം വീട് എല്ലാം ഒഴിവാക്കി വേറെ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴുള്ള മാനസികാവസ്ഥ, കാരണം എന്തായിരിക്കും ഇവിടെ, എങ്ങനെ ഇനി ജീവിക്കുക, പുതു വീടല്ലേ, അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കെ ആ കല്യാണം കഴിഞ്ഞത് മുതൽ ഓരോ നിമിഷം ഇങ്ങനെ കഴിയുന്തോറും ഓരോ പുതിയ പുതിയ റീൽസ്